നമസ്കാരം കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള ജോബ് വേക്കൻസിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ ഉടനടി അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അതായത് CBSE ഓഫീസിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻ്റ് ആണ്. കേരളത്തിലും CBSE ഓഫീസുണ്ട്. ഡിഗ്രി +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ആവശ്യമായി വരുന്നില്ല. ഡിഗ്രി +2 എന്നത് അടിസ്ഥാന യോഗ്യതയാണ്. അതിന് മുകളിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാനാവും. സൂപ്രണ്ട് പോസ്റ്റ്, ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റ്, ഇതാണ് നിലവിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ. ഡീറ്റെയിൽസിലേക്ക് പോകാം. സൂപ്രണ്ട് പോസ്റ്റ് ടോട്ടൽ 142 വേക്കൻസികളാണുള്ളത്. SC 21, ST 10, OBC 38, EWS 14, UR 59, ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സ് 6, അങ്ങനെ 142 വേക്കൻസികളാണുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. എന്നാലും OBC 3 വയസ്സിൻ്റെയും SC ST 5 വയസ്സിൻ്റെയും റിലാക്സേഷൻ കിട്ടുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് ബേസ്ഡ് സാലറി ആയിരിക്കും. സൂപ്രണ്ട് പോസ്റ്റ് എന്നത് പേ ലെവൽ 6 ആണ്. ജൂനിയർ അസിസ്റ്റൻറ്റ് പേ ലെവൽ 2 ആണ്. അതിൻ്റെ ടോട്ടൽ വേക്കൻസി വരുന്നത് 70 ആണ്. SC 9, ST 9, OBC 34, EWS 13, UR 5, അങ്ങനെ ടോട്ടൽ 70 വേക്കൻസികളാണ്. ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന് 2 വേക്കൻസിയും എക്സ് സർവീസ്മെന് 7 വേക്കൻസിയുമാണുള്ളത്. പേ ലെവൽ 2 ആണ്. മാക്സിമം ഏജ് വരുന്നത് 27 വയസ്സാണ്. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. CBSE വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. 2025 ജനുവരി 1 മുതൽ 2025 ജനുവരി 31 വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. വുമൺ കാൻഡിഡേറ്റ്സിന് ഏജ് ലിമിറ്റ് 10 വർഷത്തെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അതായത് സൂപ്രണ്ട് പോസ്റ്റ് ആണെങ്കിൽ 10 വർഷം കൂടെ നിങ്ങൾക്ക് ഏജിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. സൂപ്രണ്ട് പോസ്റ്റിലേക്ക് 40 വയസ്സ് വരെയും ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ 37 വയസ്സ് വരെയും സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അല്ലാതെ OBCക്ക് 3 വയസ്സിൻ്റെയും SC ST കാൻഡിഡേറ്റ്സിന് 5 വയസ്സിൻ്റെയും വയസ്സിളവാണ് ലഭിക്കുന്നത്. ഇത് സ്ത്രീകൾക്ക് പ്രത്യേകമായി 10 വർഷത്തെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. സൂപ്രണ്ട് പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും സബ്ജക്റ്റിൽ ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പാസ്സാവണമെന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല. കൂടാതെ കമ്പ്യൂട്ടർ വർക്കിംഗ്, ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യാനുള്ള സ്കില്ല് കൂടെ ഉണ്ടായിരിക്കണം. എക്സാമിൽ ആദ്യം വരുന്നത് ടയർ 1 എക്സാം ആയിരിക്കും. അതായത് 2 ടൈപ്പ് എക്സാമുകളാണ് വരുന്നത്. ടയർ 1 എക്സാമും ടയർ 2 എക്സാമും. ടയർ 1 എന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. പ്രിലിമിനറി സ്ക്രീനിങ് എക്സാം ആയിരിക്കും ഉണ്ടാവുന്നത്. ടയർ 2 ഒബ്ജക്റ്റീവ് ടൈപ്പും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും എക്സാമും വരുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനാവണം. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നില്ല. അവിടെ നിന്ന് കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആയിരിക്കും. അതിനകത്ത് ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായാൽ മതിയാകും. ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. +2 പാസ്സായാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ടയർ 1 എക്സാം മാത്രമാണുള്ളത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും. കൂടാതെ ടൈപ്പിംഗ് സ്കിൽ കൂടെ പരിഗണിക്കും. സൂപ്രണ്ട് പോസ്റ്റിനാണ് ടയർ 1 ടയർ 2 എക്സാം ഉള്ളത്. ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ടയർ 1 എക്സാം മാത്രമാണ് ഉള്ളത്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ഓരോ പോസ്റ്റിനും 800 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. അതുപോലെ തന്നെ SC ST, എക്സ് സർവീസ്മാൻ, ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സ് അവരും ഫീസ് നൽകേണ്ടതായിട്ട് വരുന്നില്ല. അല്ലാതെ ഓരോ പോസ്റ്റിനും 800 രൂപയാണ് ഫീസ്. ഓൺലൈനായി നിങ്ങൾക്ക് ഈ ഫീസ് പേ ചെയ്യാവുന്നതാണ്. സൂപ്രണ്ട് പോസ്റ്റ് ടയർ 1 എക്സാമിനേഷൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫെയർസ്, ജനറൽ അവയർനെസ്സിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്, മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇൻ്റലിജൻസിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്, അരിത്തമാറ്റിക്, ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്, ഹിന്ദിയോ ഇംഗ്ലീഷോ ഉണ്ടാകും. ജനറൽ ഹിന്ദി, ജനറൽ ഇംഗ്ലീഷ് രണ്ടും കൂടെ 30 ക്വസ്റ്റ്യൻസ്, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി 30 ക്വസ്റ്റ്യൻസ്. ആകെ 450 മാർക്കിന് 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. കറണ്ട് അഫെയർസ് പ്ലസ് ജനറൽ അവയർനെസ്സിൽ നിന്നാണ് 30 ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ ജനറൽ ഹിന്ദി, ജനറൽ ഇംഗ്ലീഷ് കൂടെയാണ് 30 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് ടയർ 1 എക്സാമിനേഷനിലാണ്. ഇനി ടയർ 2 എക്സാം ആണ്. CA, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി, അതൊക്കെയാണ് വരുന്നത്. ടയർ 2 എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും വരുന്നത് 3 മണിക്കൂറിനുള്ള എക്സാമാണ്. ഇനി നിങ്ങൾ ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് അപേക്ഷ സമർപ്പിച്ചതെങ്കിൽ ടയർ 1 എക്സാം മാത്രമാണുള്ളത്. ജനറൽ നോളേജ്, കറണ്ട് അഫെയർസ്, മാത്സ്, ജനറൽ ഹിന്ദി, ജനറൽ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, സ്കൂൾ എഡ്യൂക്കേഷൻ അവയർനെസ്, അങ്ങനെ 2 മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടാകുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ്. 300 മാർക്കിനുള്ള എക്സാമാണ് ഉണ്ടാകുന്നത്. കേരളത്തിൽ എക്സാം സെൻ്റർ ഉള്ളത് തിരുവനന്തപുരത്ത് മാത്രമാണ്.
മറ്റുള്ള എക്സാമിനേഷൻ സെൻറ്ററുകൾ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ്. കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം സിലബസ് ഓറിയൻറ്റഡായി പഠനം ആരംഭിക്കുക. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകുക.